ഡോക്ടർ മോഹൻ വർഗീസ്. കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഡു ഓർ ഡൈ മത്സരമാണ് ഇത്. വളരെ കുറച്ച് ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലഭിക്കുകയാണ്. 10 വർഷം ഭരണത്തിലിരുന്ന ഒരു സർക്കാരിനെതിരെ പോരിനിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം. ഇവിടെ ഈ രീതിയിലാണോ പ്രചരണം മുന്നോട്ട് പോകേണ്ടത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ രീതിയിലല്ല പ്രചരണം മുന്നോട്ട് പോകേണ്ടത്. നേതാക്കളുടെ നാവിൻ തുമ്പത്ത് വികട സരസ്വതി വിളയാടുകയാണ്. അത് ഒരുപക്ഷെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി എതിരാളിയുടെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി ഒരുപക്ഷെ ഉപയോഗിക്കുന്ന കഠിനമായ പ്രയോഗങ്ങളാണ്. പക്ഷേ ഇതെല്ലാം തന്നെ തിരിച്ചു കൊത്തും. നാളുകളിൽ പ്രചരണത്തിന് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കപ്പെടും എന്ന ഒരു ധാരണ ഇല്ലാതെ വീൺ വാക്കുകളായി മാറുകയാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, ചെറ്റത്തരമുള്ള വാക്ക് എന്ന വാക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും വീഴാൻ പാടില്ലാത്തൊരു വാക്കാണ്. കാരണം അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി അടിസ്ഥാന വർഗ വോട്ടുകൾ നേടി ജയിച്ചു വരുന്ന CPM തീർച്ചയായും ചെറ്റ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ആർക്കെതിരെ ഉപയോഗിച്ചാൽ പോലും ഒരു വിഭാഗം അല്ലെങ്കിൽ പാവപ്പെട്ടവർ അല്ലെങ്കിൽ ചെറ്റക്കുടലിൽ താമസിക്കുന്നവർ, പിന്നെ ഓലക്കുടലിൽ താമസിക്കുന്നവർ എന്നെല്ലാമുള്ള വിവക്ഷയാണ് വരുന്നത്. അത് തീർച്ചയായും രാഷ്ട്രീയമായി വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന ബോധം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി എന്നതാണ് ഒരു കാരണം. മാത്രമല്ല, ഇതിനെതിരെ വരുന്ന പ്രതികരണങ്ങളും വളരെ രൂക്ഷമായിട്ടാണ് വരുന്നത്. VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉരുളക്കുപ്പേരി പോലെയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഡീൽ വിവാദമൊക്കെ ഒരു വശത്ത് കൊണ്ട് പോകുന്നു. പക്ഷേ ഓരോ വാക്കും ഭരണപക്ഷത്തിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ വാക്കും തലനാരിഴ കീറി പരിശോധിച്ച് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ നികഷ്ടജീവി എന്നൊരു ബിഷപ്പിനെ വിളിക്കുന്നു, അതുപോലെ പരനാറി എന്ന പ്രയോഗം ഉണ്ടാകുന്നു ശ്രീ NK പ്രേമചന്ദ്രനെതിരെ. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ദോഷകരമായി എന്ന് കാണേണ്ടതാണ്. അതും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ശ്രീ VS അച്യുതാനന്ദൻ അവസാന നിമിഷം തിരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുൻപുള്ള സമയത്ത് അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അമ്മമ്മ എന്ന് വിളിച്ചപ്പോൾ ഉണ്ടായ ഒരു വിവാദം, ഇതൊക്കെ ഉൾപ്പെടെ ഒരു ലൈറ്റ് വെയിനിൽ പറയുന്ന ചില കാര്യങ്ങളായിരിക്കണം. ദേ മേ നോട്ട് മീൻ ഇറ്റ്, പക്ഷേ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഈ വാക്കുകൾക്കകത്തല്ല എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇൻട്രോയിൽ രേണുക പറഞ്ഞതുപോലെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഓരോ വോട്ടും ഓരോ സീറ്റും. ഇത് ഉദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പദപ്രയോഗങ്ങൾ വരുന്നത്. കാരണം അതുകൊണ്ടാണ് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ പാർട്ടി വിരുദ്ധനായി വരികയോ മറ്റൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയുടെ ലേബലിൽ കാൻഡിഡേറ്റായി വരികയോ ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ആ വ്യക്തിയെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു സേയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ, ലെസ്സർ മോർട്ടൽസ് ടോക്ക് അബൌട്ട് പീപ്പിൾ, അല്ലേ? പക്ഷേ അതർ പീപ്പിൾ, നോർമൽ പീപ്പിൾ ടോക്ക് അബൌട്ട് ഇൻസിഡൻസ്, ബട്ട് ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇഷ്യൂസ്. വേർ ആർ ദ ഗ്രേറ്റ് പീപ്പിൾ? എവിടെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ വലിയ ആളുകളില്ലേ ഇഷ്യൂസ് സംസാരിക്കാൻ? വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ അക്രമം, അരാജകത്വം, അഴിമതി, വിഷയങ്ങൾ സംസാരിക്കാൻ സമയം ചെലവഴിക്കുന്നതിന് പകരം വാക്കുകളിൽ തൂങ്ങിക്കളിച്ചുകൊണ്ട് വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണം എല്ലാ സഭ്യതയുടെ എല്ലാ സീമകളെയും അതിലംഘിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു പ്രചരണം അത് ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നാലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നാലും അപലപനീയമാണ് എന്നാണ് എൻ്റെ പക്ഷം. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.